ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇനി സോപ്പ് ഒന്നും ക്യാഷ് കൊടുത്തിട്ടൊന്നും വാങ്ങണ്ട. പിന്നെ നമ്മുടെ മുഖത്തുള്ള കുരുക്കളും കലകളും പിന്നെ ഒക്കെ പോകുന്ന ഒരു സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മുഖം ഒന്ന് നല്ല ഒരു നിറം വെക്കാൻ തന്നെ ഇത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഉണ്ടാക്കി നോക്കിയിട്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ സോപ്പ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള തുളസിയിലയും കറ്റാർവാഴയും പിന്നെ പനിക്കൂർക്കയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാനത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് ചെറുതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മോളിനോട് പറഞ്ഞിരുന്നു മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ സോപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ചെറുതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കറ്റാർവാഴ കട്ട് ചെയ്തിട്ട് ഒരു പേപ്പറിൽ ഇതുപോലെ ഒന്ന് കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊരു മഞ്ഞ ജെല്ലുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് തുളസിയില എടുത്തിട്ടുണ്ട് കേട്ടോ. തുളസിയില വെറും ഇലകൾ മാത്രം മതി. അപ്പോൾ അതിൻ്റെ കമ്പിൽ നിന്ന് ഇങ്ങനെ ഇലകളൊക്കെ മാറ്റിയെടുക്കുകയാണ്. പിന്നെ കുറച്ച് പനിക്കൂർക്ക എടുത്തിട്ടുണ്ട്. പനിക്കൂർക്ക നല്ല ഇതാണല്ലോ പനിക്കൂർക്ക, അതും പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, കറ്റാർവാഴയിൽ നിന്ന് വന്ന മഞ്ഞ ജെല്ലാണ് കേട്ടോ. ഇത് എല്ലാവർക്കും പറ്റില്ല, അത് മുഖത്തായ ചൊറിച്ചിലൊക്കെ വരും. ഇനി ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ തുളസി എന്ന് പറഞ്ഞാൽ നമ്മളെ മുഖത്തെ കുരു പോകാനും അതുപോലെ മുഖത്തുള്ള കലകളൊക്കെ പോകാൻ നല്ല ഉപകാരപ്പെടുന്ന ഒരു ഇതാണ് കേട്ടോ. നമ്മൾ പൊള്ളിയ കല പോകാൻ പോലും തുളസിയുടെ നീര് ഉപയോഗിക്കുന്നുണ്ട് ചിലരൊക്കെ. ഇനി ഞാൻ കറ്റാർവാഴ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, അതിൻ്റെ മുള്ള് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ. ഇനി ആ കട്ട് ചെയ്ത ഭാഗത്തൂടെയൊക്കെ ആ മഞ്ഞ ജെല്ലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് എടുക്കണം. തുളസിയും പനിക്കൂർക്കയൊക്കെ ഞാൻ ആദ്യം തന്നെ കേകിയിട്ടുണ്ടായിരുന്നു. ഇനി ആ പനിക്കൂർക്കയും തുളസിയും കറ്റാർവാഴയും ഒരു കപ്പ് വെള്ളം പാടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ അരച്ചെടുത്തിട്ട് ഇതിൻ്റെ നീര് മാത്രം മതി. ഇതിൻ്റെ ഒരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീരായിട്ട് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോപ്പ് ഐസാണ് കേട്ടോ. നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ പിന്നെ ബുക്ക് ചെയ്താലും മതി. പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ ഞാനിത് 500 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. 500 ഗ്രാമിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് 250 എടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഇത് പെട്ടെന്ന് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യുന്നത്. ഷീസൂട്ടി ഇടയിൽ കൂടെ വന്നിട്ട് അവളും സഹായിക്കുന്നുണ്ട് കേട്ടോ. അവൾ ഓരോന്ന് എടുക്കുന്നുണ്ട്. അവൾക്കിത് കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയപ്പോൾ ഓരോന്ന് എടുക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രമാണ് കേട്ടോ. അത് സാധാ വീട്ടിലുള്ള നമ്മളെ ഉപ്പേരിയൊക്കെ ആകുമ്പോൾ എടുക്കുന്ന ആ ഒരു പാത്രമാണ് എടുത്തിട്ടില്ല. അതിലേക്കൊക്കെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഇത് വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഞാൻ കറണ്ടടുപ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളക്കാനാകുമ്പോഴേക്കും ഞാൻ വേറൊരു പാത്രത്തിൽ ഈ സോപ്പ് ഐസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല, അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിത് മെൽറ്റാക്കി എടുക്കുന്നത്. കട്ടകളൊന്നുമില്ലാതെ നല്ലോണം മെൽറ്റ് ആവുമോ അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പരയിലുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലവണ്ണം മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ജ്യൂസ് ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ.
ഇതിൻ്റെ മുകളിലുള്ള പതകളൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കിട്ടണതൊക്കെ ഞാൻ പതം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ആയിരുന്നു ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് മിന്നുവിന് മുഖത്ത് വെക്കാനെന്ന് പറഞ്ഞിട്ട് ചെറിയ മുട്ടായിയുടെ പെട്ടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതിൽ കുറച്ച് പറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്ത് വരട്ടെ കേട്ടോ. ഇപ്പം ഞാൻ പാത്രത്തിൽ നിന്നൊന്ന് അകത്തിയെടുക്കുകയാണ് കേട്ടോ. ഇതൊരു തട്ടി കൊടുക്കുമ്പോൾ ഒരു ന്യൂസ് പേപ്പറിലേക്ക് ഇതാക്കി കൊടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ ഇതിൽ വല്ല വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പേപ്പറൊക്കെ വലിച്ചെടുത്തോളൂ. അപ്പോൾ സോപ്പ് ഒന്നും പാടെ ഒന്ന് പിന്നെ ഉറപ്പ് കൂടും കേട്ടോ. ഇപ്പം നമ്മളെ അടിപൊളി സോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോളെ മുഖത്ത് നല്ല കുരുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇത് തേച്ച് തുടങ്ങിയപ്പോൾ അവളെ മുഖത്തിന് നല്ലൊരു വ്യത്യാസം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ലോ, ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ സോപ്പ് ഐസിന് അധികം വില ഒന്നും വരുന്നില്ല കേട്ടോ. കുറഞ്ഞ വിലയുള്ളൂ വരുന്നത്. അത് 500 ഗ്രാമിന് അത്ര 100 രൂപയൊക്കെ ഉള്ളു വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക്